ജമ്മു കാശ്മീരിലെ പൂഞ്ചിലും രജൗരിയിലും കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും മരണം 11 കടന്നായതാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. ജൂലൈ 19 പുലർച്ചെയുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് അതിർത്തി ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രളയത്തിലും വീട് തകർന്നു വീണും 11-ലധികം ആളുകൾ മരണപ്പെടുകയും 7ഓളം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. പൂഞ്ചിലെ സുരൻകോട്ട് താലൂക്കിലാണ് ഏറ്റവും വലിയ നാശനഷ്ടമുണ്ടായത്. പൂഞ്ചിലെ ഹവേലി തഹ്സിലിലും സുരൻകോട്ടിലുമായി 10ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നു. രജൗരിയിലെ പ്രധാന ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഡസൻ കണക്കിന് വാഹനങ്ങൾ ഒലിച്ചുപോയതായും റിപ്പോർട്ടുകൾ. പോലീസ്, സംസ്ഥാനത്ത് ദുരന്ത നിവാരണ സേന, ഇന്ത്യൻ സൈന്യം എന്നിവർ സംയുക്തമായാണ് ദുരന്ത മേഖലകളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഡൽഹി സന്ദർശനത്തിലായിരുന്ന ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ യാത്ര വെട്ടിച്ചുരുക്കി അടിയന്തരമായി ജമ്മുവിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുമായി സംസാരിച്ച് കേന്ദ്രത്തിൽ നിന്നുള്ള എല്ലാവിധ അടിയന്തര സഹായങ്ങളും ഉറപ്പു നൽകിയിട്ടുണ്ട്. കനത്ത മഴയെയും അസ്ഥിരമായ കാലാവസ്ഥയെയും തുടർന്ന് അമർനാഥ് യാത്രയും വൈഷ്ണോ ദേവി തീർത്ഥാടനവും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. പഹൽഗാം, ബൽതാൽ റൂട്ടുകളിൽ കടുത്ത നിയന്ത്രണവുമുണ്ട്. ജൂലൈ 23 വരെ ജമ്മു കാശ്മീരിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്നവരോടും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഉള്ളവരോടും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ ആവശ്യപ്പെട്ടു. നാഗാലാൻഡിലെ മോൺ ജില്ലയിലുണ്ടായ അതിശക്തമായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും മരണം 4 സ്ഥിരീകരിക്കുകയും 8ഓളം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 2026 ജൂലൈ 19 പുലർച്ചെ 1 മണിയോടെ ആരംഭിച്ച കനത്ത മഴയെ തുടർന്നാണ് വടക്കുകിഴക്കൻ അതിർത്തി ജില്ലയായ മോണിൽ വലിയ ദുരന്തമുണ്ടായത്. ദുരന്താവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 3 സ്ത്രീകളുടെയും 1 പുരുഷൻ്റെയും ഉൾപ്പെടെ 4 മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെടുത്തു. അപകടത്തിൽ 12-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. മോൺ ടൗണിലെ ഡിഫൻസ് കോളനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 15ഓളം വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലാവുകയോ ഒലിച്ചുപോവുകയോ ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. കുട്ടികളും സ്ത്രീകളും അടക്കം 8 പേരെ കാണാതായതാണ് പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കുന്നത്. മണ്ണിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് ലഭിക്കുന്ന വിവരം. അസം റൈഫിൾസ്, നാഗാലാൻഡ് പോലീസ്, ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ, പ്രാദേശിക കൂട്ടായ്മകൾ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. നിർത്താതെ പെയ്യുന്ന മഴയും കുന്നിൻ ചെരുവുകളിൽ തുടരുന്ന മണ്ണിടിച്ചിലും കനത്ത വെള്ളപ്പാച്ചിലും ദുരന്തമേഖലയിലേക്കുള്ള രക്ഷാദൗത്യത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്ന് മോൺ ജില്ലയിലെയും സമീപ പ്രദേശമായ തിസിറ്റിയിലെയും പ്രധാന റോഡുകൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. മേഖലയിലെ വൈദ്യുതി ബന്ധവും മൊബൈൽ നെറ്റ്വർക്കുകളും പൂർണ്ണമായും തകരാറിലായിട്ടുണ്ട്. ദുരന്തത്തിൽ നാഗാലാൻഡ് മുഖ്യമന്ത്രി നെഫ്യൂ റിയോ കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 74,000 രൂപ വീതവും അടിയന്തര ധനസഹായം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നദീതീരങ്ങളിലും അപകട സാധ്യതയുള്ള കുന്നിൻ ചെരുവുകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി കർശന നിർദ്ദേശം നൽകി.